ഹലോ എല്ലാവർക്കും CID സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് 2026 ജനുവരി മാസത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്. പ്രവാസി ഭാരതീയ ദിനമാണ് ജനുവരി 9. പ്രവാസി ഭാരതീയ ദിനം ജനുവരി 9 ആണ്. ദേശീയ യുവജന ദിനം ആചരിക്കുന്നത് ജനുവരി 12 ആണ്. ഇന്ത്യൻ ആർമി ദിനമാണ് ജനുവരി 15. ഇന്ത്യൻ ആർമി ദിനം ജനുവരി 15 ആണ്. ദേശീയ സ്റ്റാർട്ടപ്പ് ഡേ അത് ജനുവരി 16 ആണ്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നത് ജനുവരി 23 പരാക്രം ദിവസ്. 2026 ആചരിക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ എത്രാമത് ജന്മവാർഷിക അറിയോ? അത് 129ാമത് ജന്മവാർഷികമാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ 129ാമത് ജന്മവാർഷികമാണ് 2026 ആചരിക്കുന്നത്. ഇനി ദേശീയ ബാലികാ ദിനം എന്നാ? ദേശീയ ബാലികാ ദിനം ജനുവരി 24 ദേശീയ ബാലികാ ദിനം. നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി 25. നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി 25. നാഷണൽ ടൂറിസം ഡേ ആണ് ജനുവരി 25. നാഷണൽ ടൂറിസം ഡേ. അപ്പോൾ നാഷണൽ വോട്ടേഴ്സ് ഡേയും ടൂറിസം ഡേയും സെയിം ഡേ ആണ് ജനുവരി 25. അപ്പോൾ എന്തൊക്കെ പഠിച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. പ്രവാസി ഭാരതീയ ദിനം ജനുവരി 9. ദേശീയ യുവജന ദിനം ജനുവരി 12. ഇന്ത്യൻ ആർമി ദിനമാണ് ജനുവരി 15. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16. പരാക്രം ദിവസമാണ് ജനുവരി 23. ദേശീയ ബാലികാ ദിനം ജനുവരി 24. നാഷണൽ വോട്ടേഴ്സ് ഡേ ആൻഡ് നാഷണൽ ടൂറിസം ഡേ സെയിം ഡേ ആണ് ജനുവരി 25. ഓക്കെ. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം എന്നാ? അത് ജനുവരി 30. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനമാണ് ജനുവരി 30. തുടർച്ചയായിട്ട് 9 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ധനമന്ത്രി എന്ന ചരിത്ര നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുന്നത് നിർമ്മല സീതാരാമനാണ്. തുടർച്ചയായിട്ട് 9 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമനാണ്. 2026 അവതരിപ്പിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ 88ാമത് ബജറ്റാണ്. അവതരിപ്പിക്കുന്ന ഡേറ്റ് ഫെബ്രുവരി 1 രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നത് പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ പേരാണ്. 10 ബജറ്റുകളാണ്. ഓക്കെ. വിക്കിപീഡിയയുടെ 25ാം വാർഷികത്തിൽ വിക്കിപീഡിയ ഫൗണ്ടേഷൻ പുറത്തിറക്കുന്ന കാൽ നൂറ്റാണ്ട് ഡോക്യു സീരീസിൽ ഇടം പിടിച്ച ഏക ഇന്ത്യക്കാരിയാണ്. അത് മലയാളി കൂടിയാണ്, നദ ഹുസൈൻ. വിക്കിപീഡിയയുടെ 25ാം വാർഷികത്തിൽ വിക്കിപീഡിയ ഫൗണ്ടേഷൻ പുറത്തിറക്കുന്ന കാൽ നൂറ്റാണ്ട് ഡോക്യു സീരീസിൽ ഇടം പിടിച്ച ഏക ഇന്ത്യക്കാരിയാണ് നദ ഹുസൈൻ. 2026 ജനുവരിയിലെ US ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്ന് വിരമിച്ച ബഹിരാകാശ സഞ്ചാരിയായ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. 2026 ജനുവരിയിൽ US ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്ന് വിരമിച്ച ബഹിരാകാശ സഞ്ചാരിയായ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ബഹിരാകാശത്ത് വെച്ചിട്ട് മാരത്തോൺ ഓടിയ ആദ്യ വ്യക്തിയാണ് സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച രണ്ടാമത്തെ നാസ സഞ്ചാരിയാണ്. അത് സുനിത വില്യംസിന്റെ പേരിലാണ്. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എൽബ്രസിന്റെ മുകളിലെ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ തുടർച്ചയായിട്ട് 24 മണിക്കൂർ ചെലവഴിച്ച ആദ്യ വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാണ് രോഹ്താഷ് ഖിലേരി. രോഹ്താഷ് ഖിലേരി ഹരിയാന സ്വദേശിയാണ്. ഗോവയിൽ നിലവിൽ വരുന്ന 3ാമത്തെ ജില്ലയാണ് കുശാവതി. മറ്റു 2 ജില്ലകളാണ് വടക്കൻ ഗോവയും തെക്കൻ ഗോവയും. നിലവിൽ വരുന്ന 3ാമത്തെ ജില്ല കുശാവതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുന്നത് ഗുവാഹത്തി ടു കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുന്നത് ഗുവാഹത്തി ടു കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായത് ഗുജറാത്തിലാണ്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി രത്തൻ മഹൽ വന്യജീവി സങ്കേതത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ 33 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് കടുവ സംസ്ഥാന പദവി നൽകിയത്? ഗുജറാത്തിലാണ്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി രത്തൻ മഹൽ വന്യജീവി സങ്കേതത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ 33 വർഷത്തിന് ശേഷം ഏത് സ്റ്റേറ്റിലാണ് കടുവ സംസ്ഥാന പദവി നൽകിയത്? ഗുജറാത്തിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണചേരി രഹിത അതായത് സ്ലം ഫ്രീ നഗരമായിട്ട് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് സൂററ്റാണ്. ഗുജറാത്തിലെ സൂററ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണചേരി രഹിത നഗരമായിട്ട് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷൻ ഉറപ്പു നൽകുന്ന പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷൻ ഉറപ്പു നൽകുന്ന പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലിനിക് ആരംഭിക്കുന്നത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഗ്രേറ്റർ നോയിഡയിലാണ്. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ക്ലിനിക് ആരംഭിക്കുന്നത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഗ്രേറ്റർ നോയിഡയിലാണ്. 1200 മെഗാവാട്ട് ശേഷിയുള്ള കലൈ 2 ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന നദിയാണ് ലോഹിത് നദി. അരുണാചൽ പ്രദേശിലെ ലോഹിത് നദിയിലാണ് 1200 മെഗാവാട്ട് ശേഷിയുള്ള കലൈ 2 ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന നദി ലോഹിത് നദിയിലാണ്. ഈ ലോഹിത് നദി ഏത് നദിയുടെ പോഷക നദിയാ? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ലോഹിത് നദി.
ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി, സ്റ്റേറ്റ് ലെവൽ ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി നിലവിൽ വരുന്ന സ്റ്റേറ്റാണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി നിലവിൽ വരുന്ന സ്റ്റേറ്റ് മധ്യപ്രദേശാണ്. 2026 ജനുവരിയിൽ ജാതിപരമായും സാമുദായികമായുള്ള വിവേചനവും ഒറ്റപ്പെടുത്തലും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് നിയമം വിജ്ഞാപനം ചെയ്ത സംസ്ഥാനമാണ് കർണാടക. 2026 ജനുവരിയിൽ ജാതിപരമായും സാമുദായികപരമായിട്ടോ വിവേചനവും ഒറ്റപ്പെടുത്തലും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള നിയമം വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം കർണാടകയാണ്. കുറ്റം ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ ലഭിക്കുക. 2026 ജനുവരിയിൽ സോൺ നദീജലം വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവെക്കുന്ന സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ് ആൻഡ് ബീഹാർ. ബീഹാറും ജാർഖണ്ഡുമാണ് സോൺ നദീജലം വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവെക്കുന്ന സംസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി നയം പുറത്തിറക്കിയ സംസ്ഥാനം അത് തമിഴ്നാടാണ്. ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി നയം പുറത്തിറക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബയോ ബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബയോ ബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഇതാണ്, അത് ഇന്ത്യയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് ഇന്ത്യ. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് അത് ഇന്ത്യയാണ്. ആഗോള സെമി കണ്ടക്ടർ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പാക്സ് സിലിക്ക എന്ന പുതിയ സംരംഭത്തിലേക്ക് 2026 ജനുവരിയിൽ ക്ഷണം ലഭിച്ച രാജ്യമാണ് ഇന്ത്യ. ആഗോള സെമി കണ്ടക്ടർ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പാക്സ് സിലിക്ക എന്ന പുതിയ സംരംഭത്തിലേക്ക് 2026 ജനുവരിയിൽ ക്ഷണം ലഭിച്ച രാജ്യം ഇതാണ്, ഇന്ത്യയാണ്. കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സമ്മേളനത്തിൽ 2026 ജനുവരിയിൽ വേദിയാകുന്ന നഗരമാണ് ന്യൂഡൽഹി. കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സമ്മേളനത്തിന് 2026 ജനുവരിയിൽ വേദിയാകുന്ന നഗരം ന്യൂഡൽഹിയിലാണ്. വായു മലിനീകരണം അടക്കമുള്ള പരിസ്ഥിതി മലിനീകരണ തോതളക്കുന്ന ഉപകരണങ്ങളുടെ പരിശോധനക്കും കൃത്യത ഉറപ്പാക്കാനും ഉള്ള ലോകത്തിലെ രണ്ടാമത്തെ എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി സ്ഥാപിച്ചത് ന്യൂഡൽഹിയിലാണ്. ആദ്യത്തേത് UK-യിലാണ്, രണ്ടാമത്തേതാണ് ന്യൂഡൽഹിയിൽ. വായു മലിനീകരണം അടക്കമുള്ള പരിസ്ഥിതി മലിനീകരണ തോതളക്കുന്ന ഉപകരണങ്ങളുടെ പരിശോധനക്കും കൃത്യത ഉറപ്പാക്കുന്നതിനുള്ള ലോകത്തിലെ രണ്ടാമത്തെ എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. അവതാർ ഗ്രൂപ്പ് പുറത്തിറക്കിയ പുതിയ സർവേ റിപ്പോർട്ട് പ്രകാരം വനിതാ സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ബാംഗ്ലൂര്. അവതാർ ഗ്രൂപ്പ് പുറത്തിറക്കിയ പുതിയ സർവേ റിപ്പോർട്ട് പ്രകാരം വനിതാ സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് ബാംഗ്ലൂര്. നമ്മുടെ തിരുവനന്തപുരത്തിന് 9-ാം സ്ഥാനമാണ്. അവതാർ ഗ്രൂപ്പ് പുറത്തിറക്കിയ പുതിയ സർവേ റിപ്പോർട്ട് പ്രകാരം വനിതാ സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം ബാംഗ്ലൂരാണ്. അതിൽ 9-ാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ്. പകൽദുൽ കിരു ജലവൈദ്യുത പദ്ധതികൾ നിലവിൽ വരുന്ന നദി ഏതാണ്? ചിനാബ് നദിയാണ്. പകൽദുൽ കിരു ജലവൈദ്യുത പദ്ധതികൾ നിലവിൽ വരുന്ന നദി ഏതാണ്? ചിനാബ് നദിയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റിന് 2026 രാജ്യാന്തര പുസ്തകമേളയ്ക്ക് വേദിയാകുന്നത് ഡൽഹിയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ 2026 രാജ്യാന്തര പുസ്തകമേളയ്ക്ക് വേദിയാകുന്നത് ഡൽഹിയാണ്. മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണത്തിന് 1000 വാർഷികവും ക്ഷേത്രം പുതുക്കി പണിതതിന്റെ 75-ാം വാർഷികം പ്രമാണിച്ച് സ്വാഭിമാൻ പർവ് ആഘോഷിച്ച ഗുജറാത്തിലെ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണത്തിന്റെ 1000 വാർഷികവും ക്ഷേത്രം പുതുക്കി പണിതതിന്റെ 75-ാം വാർഷികവും പ്രമാണിച്ച് സ്വാഭിമാൻ പർവ് ആഘോഷിച്ച ഗുജറാത്തിലെ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കി പകരം കേന്ദ്ര സർക്കാർ VBG റാംജി, അതായത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന പുതിയ പദ്ധതി കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക. അടിപൊളി അല്ലെ? മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കി പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന VBG റാംജി പദ്ധതി, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പകരം കൊണ്ടുവന്ന VBG റാംജി പദ്ധതി എന്ന പുതിയ പദ്ധതി കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് നൽകാൻ തീരുമാനിച്ച സ്റ്റേറ്റാണ് കർണാടക. ഈ VBG റാം പദ്ധതിന്റെ ഫുൾ ഫോം എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. സ്ത്രീകളുടെ ആർത്തവ വിരാമവുമായിട്ട്, അതായത് മെനോപോസുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സർക്കാർ തലത്തിൽ ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മെനോപോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സർക്കാർ തലത്തിൽ ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിലാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
2026 അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? അത് ഭാരത മണ്ഡപം ന്യൂഡൽഹിയിലാണ്. ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. ആശാവാൻ എന്നുള്ള മൊബൈൽ യൂണിറ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ പ്രാരംഭ ഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് ആരംഭിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഹിന്ദി ഇതര ഭാഷകളിലെ മികച്ച കൃതികൾക്ക് ദേശീയ തലത്തിൽ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാട്. ഹിന്ദി ഇതര ഭാഷകളിലെ മികച്ച കൃതികൾക്ക് ദേശീയ തലത്തിൽ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. 2026 ജനുവരിയിൽ സാംസ്കാരിക മന്ത്രാലയവും ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് ഫെഡറേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന 2ാം ആഗോള ബുദ്ധമത ഉച്ചകോടി നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. 2026 ജനുവരിയിൽ സാംസ്കാരിക മന്ത്രാലയവും ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് ഫെഡറേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന 2ാം ആഗോള ബുദ്ധമത ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ. 2026 ജനുവരിയിൽ ശൈത്യകാലത്ത് അസാധാരണമായ കാട്ടുതീ നേരിട്ടതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ ദേശീയോദ്യാനമാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്. 2026 ജനുവരിയിലെ ശൈത്യകാലത്തെ അസാധാരണമായ കാട്ടുതീ നേരിട്ടതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ ദേശീയോദ്യാനമാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രോണിക് കിഡ്നി ഡിസീസ് രജിസ്ട്രി ആരംഭിക്കുന്ന സംസ്ഥാനം ഒഡീഷയിലാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ക്രോണിക് കിഡ്നി ഡിസീസ് രജിസ്ട്രി ആരംഭിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് ഒഡീഷയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും ദൈർഘ്യമേറിയ തുടർച്ചയായ ബിറ്റുമിനസ് കോൺക്രീറ്റ് പാത നിർമ്മിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അത് ആന്ധ്രാപ്രദേശിലാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും ദൈർഘ്യമേറിയ തുടർച്ചയായ ബിറ്റുമിനസ് കോൺക്രീറ്റ് പാത നിർമ്മിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ പ്രോജക്റ്റ് ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ആന്ധ്രാപ്രദേശിലാണ്. സമർത്ത് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി സ്വീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ഛത്തീസ്ഗഡിലെ ധംതാരി ജില്ല. സമർത്ത് എന്ന പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ഛത്തീസ്ഗഡിലെ ധംതാരി ജില്ല. 2026-27ലേക്കുള്ള ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ട് ഇന്ത്യ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തത് ഏത് സംസ്ഥാനത്തെ ജീവനുള്ള വേരുകൾ കൊണ്ട് നിർമ്മിച്ച പാലങ്ങൾക്കാണ്? അത് മേഘാലയയിലെ പാലങ്ങളാണ്. എന്നാൽ 2026-27 ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ട് ഇന്ത്യ ഔദ്യോഗികമായിട്ട് നാമനിർദ്ദേശം ചെയ്തത് ഏത് സംസ്ഥാനത്തെ ജീവനുള്ള വേരുകൾ കൊണ്ട് നിർമ്മിച്ച പാലങ്ങളാണ്? അത് മേഘാലയയിലെ പാലങ്ങളാട്ടോ, മേഘാലയയിലാണ്. 2026 ജനുവരിയിൽ സരോഗ് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. സരോഗ് ഫെസ്റ്റിവൽ ആഘോഷിച്ചത് അരുണാചൽ പ്രദേശിലാണ് സരോഗ് ഫെസ്റ്റിവൽ ആഘോഷിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊഡക്ഷൻ പ്രൊജക്ട് ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊഡക്ഷൻ പ്രൊജക്ട് ആരംഭിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിലാണ്. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ പർവ്വത തുരങ്കം നിർമ്മിച്ചത് മഹാരാഷ്ട്രയിലെ പാൽഘറിലാണ്. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ആദ്യ പർവ്വത തുരങ്കം നിർമ്മിച്ചത് മഹാരാഷ്ട്രയിലെ പാൽഘറിലാണ്. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. 2026 ജനുവരിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ പോർട്ടബിൾ ടാങ്ക് വേധ മിസൈൽ പരീക്ഷിച്ച രാജ്യം ഇന്ത്യ. 2026 ജനുവരിയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച 3ാം തലമുറ പോർട്ടബിൾ ടാങ്ക് വേധ മിസൈൽ പരീക്ഷിച്ച രാജ്യമാണ് ഇന്ത്യ. സർക്കാർ ജീവനക്കാരുടെ ഹാജർ നില കൃത്യമാക്കുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർത്തവ്യ എന്ന പേരിൽ സെൽഫി അറ്റൻഡൻസ് രജിസ്റ്റർ സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കർണാടക. സർക്കാർ ജീവനക്കാരുടെ ഹാജർ നില കൃത്യമാക്കുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർത്തവ്യ എന്ന പേരിൽ സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കർണാടക. ചൈന, ജപ്പാൻ, സ്വിറ്റ്സർലൻഡ് എന്നിവയ്ക്ക് ശേഷം വിദേശ നാണ്യശേഖരത്തിൽ ലോകത്ത് 4ാം സ്ഥാനമുള്ള രാജ്യമായിട്ട് മാറിയത് നമ്മുടെ ഇന്ത്യയാണ്. ചൈന, ജപ്പാൻ, സ്വിറ്റ്സർലൻഡ് എന്നിവയ്ക്ക് ശേഷം വിദേശ നാണ്യ ശേഖരത്തിൽ ലോകത്ത് 4ാമതായുള്ള രാജ്യമായിട്ട് മാറിയത് ഇന്ത്യയാണ്. 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന ഗ്ലോബൽ എക്കണോമിക് കോർപ്പറേഷൻ സമ്മിറ്റിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ. 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന ഗ്ലോബൽ എക്കണോമിക് കോർപ്പറേഷൻ സമ്മിറ്റിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ. ആനകളെ നിരീക്ഷിക്കുന്നതിനും മനുഷ്യ ആന സംഘർഷം തടയുന്നതിനുമായിട്ട് ഗജരക്ഷക് ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ആനകളെ നിരീക്ഷിക്കുന്നതിനും മനുഷ്യ ആന സംഘർഷം തടയുന്നതിനുമായിട്ട് ഗജരക്ഷക് ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ സ്റ്റാക്ക് സോവറിൻ AI പാർക്ക് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ സ്റ്റാക്ക് സോവറിൻ AI പാർക്ക് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ സ്റ്റാക്ക് സോവറിൻ AI പാർക്ക് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് തമിഴ്നാട്ടിലാണ്. ഗജരക്ഷക് ആപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാ? അത് മധ്യപ്രദേശിലാണ് ഗജരക്ഷക് ആപ്പ് ആരംഭിച്ചത്.
കോമൺവെൽത്ത് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനത്തിന് വേദിയായത് ഡൽഹിയാണ്. കോമൺവെൽത്ത് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ 28ാമത് സമ്മേളനത്തിന് വേദിയായത് ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഫ്യൂണിക്കുലർ റെയിൽവേ ഔദ്യോഗികമായിട്ട് തുറന്നത് മഹാരാഷ്ട്രയിലെ മലങ്കാട് കല്യാൺ. മഹാരാഷ്ട്രയിലെ മലങ്കാട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഫ്യൂണിക്കുലർ റെയിൽവേ ഔദ്യോഗികമായിട്ട് തുറന്നത് മഹാരാഷ്ട്രയിലാണ്. എന്താണ് ഫ്യൂണിക്കുലർ റെയിൽവേ നോക്കാം. കുത്തനെയുള്ള പ്രദേശങ്ങൾക്ക് ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിനായിട്ട് ലിഫ്റ്റ് റെയിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരുക്കുന്ന യാത്രാ സംവിധാനമാണ് ഫ്യൂണിക്കുലർ റെയിൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഫ്യൂണിക്കുലർ റെയിൽ ഔദ്യോഗികമായിട്ട് തുറന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മലങ്കാട്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നും മോഷണം പോയ ചോള കാലഘട്ടത്തിലെ 3 വെങ്കല ശില്പങ്ങൾ ഇന്ത്യക്ക് തിരിച്ചു നൽകാൻ ഒരുങ്ങിയ രാജ്യമാണ് അമേരിക്ക. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നും മോഷണം പോയ ചോള കാലഘട്ടത്തിലെ 3 വെങ്കല ശില്പങ്ങൾ ഇന്ത്യക്ക് തിരിച്ചു നൽകാൻ ഒരുങ്ങുന്ന രാജ്യമാണ് അമേരിക്കയാണ്. വ്യോമസേന ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത് എയർ മാർഷൽ നാഗേഷ് കപൂറാണ്. വ്യോമസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത് നാഗേഷ് കപൂറാണ്. ആഗോള റിപ്പോർട്ടറായ ടോം ട്രാഫിക് ഇൻഡെക്സ് പ്രകാരം 2025 ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 2ാമത്തെ നഗരമായിട്ട് മാറിയത് ബാംഗ്ലൂരാണ്. ആഗോള റിപ്പോർട്ടറായ ടോം ട്രാഫിക് ഇൻഡെക്സ് പ്രകാരം 2025 ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 2ാമത്തെ നഗരമായിട്ട് മാറിയത് ബാംഗ്ലൂരാണ്. 1ാം സ്ഥാനം ലണ്ടനാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റായ വിങ്സ് ഇന്ത്യ 2026 വേദിയാകുന്നത് ഹൈദരാബാദിലെ ബീഗംപേട്ട് എയർപോർട്ടാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റായ വിങ്സ് ഇന്ത്യ 2026 വേദിയാകുന്നത് ഹൈദരാബാദിലെ ബീഗംപേട്ട് എയർപോർട്ടാണ്. ആഗോള റിപ്പോർട്ടറായ ടോം ട്രാഫിക് ഇൻഡെക്സ് പ്രകാരം 2025 ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരമാണ് ലണ്ടന്. 2ാം സ്ഥാനമാണ് ബാംഗ്ലൂര്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 1ാം സ്ഥാനം ഏറ്റവും തിരക്കേറിയ നഗരം ഏതാണ്? അത് ലണ്ടനും. 2ാമതാണ് ബാംഗ്ലൂർ കേട്ടോ. ഓക്കെ. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി സജ്ജമാക്കിയ സംസ്ഥാനം ആസാമിലാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി സജ്ജമാക്കിയ സംസ്ഥാനം അത് ആസാമിലാണ്. യു എസ് ലോസ് ഏഞ്ചൽസിലെ പ്രശസ്തമായ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിലെ വേർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ എന്ന ചലച്ചിത്ര പരമ്പരയിൽ, അതായത് നാടോടി കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിക്കുന്ന ചിത്രങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ സിനിമയാണ് ബ്രഹ്മയുഗം. US ലോസ് ഏഞ്ചൽസിലെ പ്രശസ്തമായ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിലെ വേർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ എന്ന ചലച്ചിത്ര പരമ്പരയിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ ചിത്രമാണ് ബ്രഹ്മയുഗം. അതിന്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPF പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യത്തെ വനിതാ ഉദ്യോഗസ്ഥയാകുന്നത് സിമ്രാൻ ബാലയാണ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPF പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യത്തെ വനിതാ ഉദ്യോഗസ്ഥയാണ്. അത് സിമ്രാൻ ബാലയാണ്. 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ച സൈനിക ബഹുമതിയായ കീർത്തി ചക്ര നേടിയ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ച സൈനിക ബഹുമതിയായ കീർത്തി ചക്ര നേടിയ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന് പൈലറ്റ് ആവാൻ ഒരുങ്ങുന്ന വ്യക്തിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം പ്രമേയമാക്കി 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിനുള്ള സംഗീതം ഒരുക്കിയിരിക്കുന്നത് MM കീരവാണിയാണ്. ഓസ്കാർ ജേതാവായിട്ടുള്ള MM കീരവാണിയാണ് 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിനുള്ള സംഗീതം ഒരുക്കിയിരിക്കുന്നത് വന്ദേമാതരത്തിന്റെ 150ാം വാർഷിക പ്രമേയമാക്കിയിട്ട്. 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലെ മുഖ്യ അതിഥികളാണ് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണുമാണ് മുഖ്യ അതിഥികൾ.